accountancy പഠിച്ചാൽ നീറ്റ് കിട്ടുമോ? accountancy ആണോ നീറ്റ് പഠിക്കാനുള്ള കറക്റ്റ് സമയം? accountancyയിൽ എങ്ങനെ നീറ്റ് പ്രിപ്പയർ ചെയ്യാം? ഹായ്, മൈസെൽഫ് ഡോക്ടർ ആഷിഖ്. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കറൻ്റ്ലി ഇൻറ്റേൺസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുണ്ട്. എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടെ നീറ്റ് MDS പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം, നീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം എന്നുള്ളതാണ്. 2018 ബാച്ച്, അതായത് 2018 ബാച്ചാണ് ഇപ്പോൾ കറൻ്റ്ലി ഹൗസൻസി കയറിയിട്ടുള്ള ബാച്ച്. ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2025 മാർച്ചിൽ നടക്കാൻ പോകുന്ന നീറ്റ് MDS എക്സാമാണ് അവർക്ക് എഴുതാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതായത് 2024 നീറ്റ് എക്സാം അവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്ന ഒരു ഹൗസൻസി ബാച്ചിനെ സംബന്ധിച്ച് അവർക്ക് ഓൾമോസ്റ്റ് ഒരു 18 മന്ത്സ് എന്തുണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 18 മന്ത്സ് എന്നുള്ളത് വളരെ ആപ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. ഒരു സ്റ്റുഡൻറ്റിന് വളരെ കോൺസെപ്ച്വലായിട്ട് പഠിച്ച് വളരെ കോൺസെപ്ച്വലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളതനുസരിച്ച് പ്രിപ്പറേഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഡെൻ്റൽ ഹൗസൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഹൗസൻസി പീരീഡ് അല്ലേ കമ്പയർ ടു MBBS സ്റ്റുഡൻസ്. നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പോസ്റ്റിങ്ങുകളും അതുപോലെ കൺവീനിയൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈവ് ലെക്ചേഴ്സും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ഉണ്ടെങ്കിൽ ഹൗസൻസിൻ്റെ ഒരു സമയം വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ എന്നുള്ള റിപ്പീറ്റിംഗ് സമയം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നീറ്റ് MDS എന്നുള്ള ഒരു ഡ്രീം ഇതിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹൗസൻസിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഹൗസൻസി പീരീഡിൽ കൊണ്ടുവരാം. നമ്മൾ അതത് പോസ്റ്റിങ്ങിൽ നമ്മളെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കുകൾ യൂസ് ചെയ്യുക, നമ്മൾ ഗൈഡഡ് ആയിട്ടിരിക്കുക. അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം എന്നുള്ള ഒരു ലോങ് ഗ്യാപ്പ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ നല്ലൊരു രീതിയിലുള്ള നീറ്റ് MDSൽ റാങ്കിലോട്ട് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൊറോണ കാരണം നമുക്ക് പല രീതിയിലുള്ള അക്കാഡമിക് ലാഗുകളും അല്ലെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അക്കാഡമിക് ലാഗുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലാഗും അതിന് പുറമെ ഒരു 1 ഇയർ റിപ്പീറ്റിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോഴും നമ്മളെ ലൈഫിലെ അല്ലെങ്കിൽ നമ്മളൊരു കരിയറിലെ ഡെന്റിസ്ട്രി കരിയറിലെ നല്ലൊരു സമയമാണ് നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഹൗസൻസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹൗസൻസിൻ്റെ കൂടെ നമ്മളെ ലൈവ് ലെക്ചേഴ്സുകൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ നമ്മളെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ആക്സസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസൻസി പീരീഡിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെയും, അതായത് 19 സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും ആഫ്റ്റർ ദാറ്റ് ഹൗസൻസി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്ന ഓൾമോസ്റ്റ് ഒരു 5 to 6 months നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുള്ളത് തന്നെയാണ്. ആ ഒരു സമയം പ്രോപ്പറായിട്ടുള്ള റിവിഷൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് MDSൽ ഒരു ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഹൗസൻസിനെ 2018 ബാച്ചിന് ഹൗസൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഭാട്ടിയുടെ MDS 2025 ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും 2 times റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കും ഓരോ ടോപ്പിക് കഴിഞ്ഞാലുള്ള എക്സാമുകളും ഗ്രാൻഡ് ടെസ്റ്റുകളും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഭാട്ടിയുടെ ഹാർഡ് കോപ്പീസ് ഓഫ് ബുക്സും അവൈലബിൾ ആവുന്ന പാക്കേജാണ് ഉള്ളത്. അപ്പോൾ ഹൗസൻസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു പാക്കേജാണ്. വളരെ ആക്റ്റീവ്ലി നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടി പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹൗസൻസി കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നീറ്റ് MDS എന്നുള്ള ഒരു ഡ്രീം സീറ്റിലോട്ടും ഡ്രീം റാങ്കിലോട്ടും എത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്.